അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. UA ദുബായ് സ്റ്റുഡിയോയിൽ നിന്ന് നമ്മോടൊപ്പമുള്ളത് മുഹമ്മദ് ഷാനു ആണ്. ഷാനുവിനെ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മളിപ്പം ചർച്ച ചെയ്യുന്നൊരു ഹോട്ട് ടോപ്പിക്കാണ്. കാരണം നമുക്കറിയാം, വീട്ടിലെ പ്രസവം വിവാദമായ ഒരു സമയമാണല്ലോ. അത് അൺമാസ്കിങ് എടുക്കാൻ കാരണം സ്വയം പ്രഖ്യാപിത നുണയൻ എന്ന് പറയപ്പെടുന്ന ആരിഫ്. നമ്മളങ്ങനെ പലരും ചോദിക്കാറുണ്ട്, നിങ്ങളെന്തിനാണ് അങ്ങനെ നുണയെന്ന് പറയുന്നത്? കാരണം അദ്ദേഹം തന്നെ, അയാൾ തന്നെ പറഞ്ഞാണ്, ഞാനിങ്ങനെ ഒരു വെരിഫിക്കേഷൻ ഇല്ലാതെ നുണ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എക്സ് മുസ്ലിങ്ങൾ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഇനി അത് എടുക്കൂല എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് പള്ളി പറഞ്ഞാൽ മതി. നുണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അയാളെ സ്വയം പ്രഖ്യാപിത നുണയെന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ചാനലിൽ പോയിരുന്നിട്ട് കിട്ടിയ അവസരത്തിൽ, ഇയാൾക്ക് ആകെ അറിയാം ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കാനാണ്. അതിനാണ് അദ്ദേഹം ഒരു പെയ്ഡാണ് ഇസ്ലാമിനെ വിമർശിക്കാറ്. ആ കിട്ടിയ അവസരം അദ്ദേഹം ഇസ്ലാമിനെ ഇത് ഇസ്ലാമായിട്ട് യാതൊരു ബന്ധവുമില്ല. വീട്ടിലെ പ്രസവമോ അല്ലെങ്കിൽ ഈ വ്യാജ ചികിത്സയോ ഇസ്ലാമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇയാൾ അതൊരു ഇസ്ലാമിനെ അടിക്കാനുള്ള ഒരു വടിയായിട്ടാണ് കാണുന്നത്. നമുക്ക് ആ ചാനലിൻ്റെ പ്രസക്ത ഭാഗങ്ങളൊന്ന് കേൾക്കാം. ഇവിടെ വീട്ടിലെ പ്രസവവും അതുപോലെ തന്നെ മരണവും അത് കൂടുന്ന ഈ സമയത്ത് വീട്ടിലെ പ്രസവത്തിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ കൂടുതലും മലപ്പുറം ജില്ലയിലാണ്. ഈ കണക്ക് പുറത്തു വരുമ്പോൾ അതിനെ മതവുമായി ബന്ധപ്പെടുത്തുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാം മത പണ്ഡിതരുടെ ഇത്തരത്തിലുള്ള വികലമായ ആഹ്വാനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ചൂണ്ടിക്കാട്ടുന്ന സമയത്ത് അങ്ങനെ വേണോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഷാനു, ആരിഫ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഈ ചോദ്യകർത്താവ് ചോദിച്ചിട്ട് ചോദ്യം ഉണ്ടല്ലോ, ഇസ്ലാം മത പണ്ഡിതരാണ് ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ ഇത്തരം വ്യാജ ചികിത്സകളായാലും വാക്സിൻ വിരുദ്ധതയായാലും ഒക്കെ തുടങ്ങി വെച്ചത് മുസ്ലിങ്ങളായി ബന്ധമില്ലാത്ത ആളുകളാണ്. ഇപ്പോൾ മോഹനൻ വൈദ്യർ, ജേക്കബ് വടക്കാഞ്ചേരി, സാമുവൽ ജോർജ് എന്നറിയപ്പെടുന്ന ആളുകളാണ് ഇത് തുടക്കമിട്ടത്. വളരെ വർഷങ്ങളായിട്ട് അവരിത് പ്രചരിപ്പിക്കുകയാണ്. പക്ഷെ എന്നിട്ടും ഇത് എല്ലാവരും ഇതിൻ്റെ പിന്നിൽ എല്ലാവരും ഉണ്ട്, മതവും ജാതിയൊന്നുമില്ല. ചില മുസ്ലിങ്ങൾ ഇതിൽ ഉണ്ട് എന്നതിൻ്റെ പേരിൽ മൊത്തത്തിൽ ഇസ്ലാമിന് മേൽ ആരോപിക്കുന്ന ഈ ഒരു പ്രവണത പ്രത്യേകിച്ച് ഈ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരുടെ കൂടി വരുന്നുണ്ടോ? തീർച്ചയായും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഇത് നമ്മൾ കൺസിസ്റ്റൻ്റായി എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും യുക്തിവാദികളായിട്ടുള്ള ആളുകളും അവരുടെ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇവർക്കും ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അപ്പം അതിന് ഇവർ തയ്യാറാണെങ്കിൽ നമുക്ക് ആ കളി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു യുക്തിവാദി നേതാവ് പറഞ്ഞത് മൊത്തം യുക്തിവാദത്തിൻ്റെ ലെവലിൽ വരേണ്ടി വരും എന്നുള്ളതാണ്. അതെ, നമുക്ക് ആരിഫിൻ്റെ തുറഭാഗങ്ങളിലേക്ക് പോകാം. ഇപ്പൊ നമ്മളിവിടെ ഈ പരിപാടി ഇവിടെ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ കേൾപ്പിച്ച പ്രസംഗം, അത് പ്രസംഗിച്ചത് ഏതോ ഓട്ടോ തൊഴിലാളിയാണെന്നാണ് ഞാൻ ധരിച്ചത്. പിന്നെയാണ് മനസ്സിലായത്, തലക്കെട്ടൊക്കെ കണ്ടപ്പോൾ അതൊരു മതപ്രഭാഷകനാണ് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ മതപ്രഭാഷകരുടെ വേഷം കെട്ടി ഇനിയിപ്പോൾ ഓട്ടോ തൊഴിലാളി ഉദ്ദേശത്തിൽ ലിയാക്കത്തിനായിരിക്കുമോ? ഇവർ തമ്മിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക്. അതെ, മാത്രമല്ല ഓട്ടോ തൊഴിലാളികളെ അപമാനിക്കുക കൂടിയാണ് മൂപ്പർ അതിലൂടെ ചെയ്യുന്നത്. അതെ അതെ അതെ, അത് വേറൊരു വിഷയം. തൽക്കാലം അവിടെ നിൽക്കട്ടെ. തീർച്ചയായിട്ടും. ഓക്കെ, മതപ്രഭാഷണങ്ങളിലൂടെ ഇത്തരത്തിൽ സ്ത്രീകളടക്കമുള്ള ആ സമൂഹത്തെ യഥാർത്ഥത്തിൽ നല്ലത് പറഞ്ഞു കൊടുത്ത് ബോധവൽക്കരിക്കേണ്ട ഇടങ്ങളിൽ കടന്നു ചെന്നുകൊണ്ട് പറയുന്ന ആ വിടുവായുത്തരങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. ഇത് മതത്തിന്റെ ലേബലിൽ തന്നെ പറയുന്നു, മതവേദിയിൽ പറയുന്നു, മത പണ്ഡിതർ പറയുന്നു. ഇതിനെല്ലാം അപ്പുറം ഈ പറയുന്ന സംഗതികൾക്ക് ഇസ്ലാമിലെ ഹിജാബ് നിയമം, മറ എന്ന് പറയുന്ന നിയമം, അതിന്റെ വശം അതും കൂടി ചേർത്ത് വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ മതം കടന്നു വരും. അപ്പൊ ആ ഇസ്ലാമിലെ ഒരു അന്ധവിശ്വാസമാണ്, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ അന്ധവിശ്വാസമാണ് ഈ പറയുന്ന സംഗതി എന്ന് നമുക്ക് സമ്മതിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഇതെങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളൊരു വിഷയം പോലും ഇവിടെ വരുന്നുള്ളൂ. കാരണം ഇത് സമ്മതിക്കാതെ എങ്ങനെയാണ് ഇത് അഡ്രസ്സ് ചെയ്യാൻ കഴിയുക? ഇത് ഈ വിഷയം കൂടെ ഉന്നയിക്കുന്ന ആളുകളെ മുഴുവൻ ഏതെങ്കിലും വിധേന ഇസ്ലാമോഫോബിയ, ചാപ്പ നമുക്കിവിടെ ഇന്ന് കാണാൻ പറ്റും. ചാപ്പയടിക്കുന്നു, അതല്ലെങ്കിൽ ഇത് മറ്റ് അജണ്ടകളാണെന്ന് പറയുന്നു. ഈ തരത്തിൽ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ഇതിനകത്തൊരു മാറ്റം കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കുക? നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഇതിനകത്ത് ഈ മതത്തിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾക്കെതിരെ സംസാരിക്കണം എന്നാണ് പറയുന്നത്. സംസാരിക്കുന്ന വ്യക്തികളെ ഒതുക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ അകത്തുനിന്നായാലും പുറത്തുനിന്നായാലും. അകത്തുനിന്നൊക്കെ ഇതുപോലെ വിമർശിക്കുകയും ഇതുപോലുള്ള കാര്യങ്ങളെ തുറന്നു കാണിക്കുകയും ചെയ്തൊരു മഹത് വ്യക്തിയായിരുന്നു ചേകന്നൂർ മൗലവി. ഇന്ന് അദ്ദേഹം എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. ഇവിടെ രണ്ട് കളവുകളാണ് ആരിഫ് പറയുന്നത്. ഒന്ന്, ഇത് മതത്തിനകത്തുള്ള അന്ധവിശ്വാസമാണ്. ഓക്കെ, അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണത്തിലേക്കൊക്കെ നമുക്ക് പോകാം. അത് സമ്മതിച്ചു കൊടുക്കണം, അതാണ് ഒന്നാമത് പറയുന്ന കളവ്. രണ്ടാമത് പറയുന്ന കളവ്, ഇതിനെതിരെ സംസാരിക്കുന്ന ആളുകളെയൊക്കെ ഇസ്ലാമോഫോബിയ, ചാപ്പ ചാർത്തു എന്നുള്ളതാണ്. ഇതാണ് രണ്ട് കളവ്. സ്വാഭാവികമായും സ്വയം പ്രഖ്യാപിത നുണയനാണ്. അതുകൊണ്ട് കളവിൻ്റെ കാര്യത്തിൽ പിന്നെ നമുക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഇതിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം ഇസ്ലാമോഫോബിയ ആയിട്ട് ചാർത്തുന്നു എന്നുള്ളത്, അതിനുള്ള മറുപടി തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ, അതായത് അതിൽ തന്നെ അവർ തന്നെ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ക്ലിപ്പ് കേൾക്കാം. അങ്ങനെയുള്ള രീതിയിൽ തുടങ്ങി ഇന്നിപ്പോൾ പുറത്തു നിന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നമായിട്ട് മാറ്റുന്നു. എങ്ങനെ നോക്കിയാലും മതത്തെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ സംരക്ഷിക്കുന്ന ഒരു പൊതിഞ്ഞു കെട്ടി കൊണ്ടു നടക്കുന്നു. ഇപ്പോൾ ഈ പ്രസംഗിച്ച ഉസ്താദ് എന്ന് പറയുന്നത് പകര മുഹമ്മദ് അഹ്സനി.
ഇദ്ദേഹത്തെ പക്ഷേ ഇപ്പോൾ ആരും ഏറ്റെടുക്കുന്നില്ല കേട്ടോ, അങ്ങനെ തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ AP സമസ്തയുടെ പ്രതിനിധികളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇദ്ദേഹം ഞങ്ങളുടെ ഔദ്യോഗികമായ ഒരു ഭാരവാഹിത്വവും വഹിക്കുന്നയാൾ അല്ല എന്നാണ്. പക്ഷേ ഞങ്ങളുടെ വിഭാഗത്തിലുള്ളയാളായിരിക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഏറ്റെടുക്കാതിരിക്കുന്നത് അതൊരു നല്ല കാര്യമാണല്ലോ. നിർത്താം. ഇപ്പോൾ മൂപ്പരുടെ കള്ളവിടെ തന്നെ പൊളിഞ്ഞു. കാരണം ഇവർ പറഞ്ഞ എന്താ, ആരെങ്കിലും ഇത് അകത്ത് നിന്ന് ആരും എന്ത് ചെയ്യുന്നില്ല, വിമർശിക്കുന്നില്ല. വിമർശിക്കുമ്പോൾ എന്താണ്, അവരെ ഇസ്ലാമോഫോബിയ ചാപ്പ് കുത്തും എന്നുള്ളത്. ഇപ്പം ആരൊക്കെയാണ് വിമർശിക്കേണ്ടത് ഇനി? ഇപ്പം AP സംസ്ഥയുടെ ഔദ്യോഗിക വിഭാഗം പറഞ്ഞു എന്താണ്, അവരുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് അവർ തള്ളിക്കളഞ്ഞു. അതേപോലെ നമ്മൾ മുജാഹിദ് വിഭാഗങ്ങൾ വിസ്ഡം ഈ വിഷയത്തിൽ ശക്തമായി നിലപാടെടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അൺമാസ്കിംഗ് എത്തിസം വിഷയത്തിൽ വീഡിയോസ് ഇറക്കിയിട്ടുണ്ട്. സോ ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെല്ലാവരും മുസ്ലിം സമൂഹം തന്നെ വളരെ കൃത്യമായി ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് തന്നെ പ്രതികരണം വന്നിട്ടുണ്ട്. ഇത് ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അകത്ത് നിന്ന് ആളുകൾ പറയുന്നില്ല എന്നും അതേപോലെ പറയുന്ന ആളുകളെ ഇസ്ലാമോഫോബിയ ആയിട്ട് ചാപ്പ് കുത്തുന്നു എന്നൊക്കെയുള്ള വാദങ്ങൾ എന്താണ്, കളവാണെന്നുള്ളത് അവിടെ തന്നെ തെളിഞ്ഞു. മാത്രമല്ല, നേരത്തെ ഷാനു പറഞ്ഞപ്പോൾ തന്നെ ഔദ്യോഗികമായി മുസ്ലിം സംഘടനകൾ അവർ ഔദ്യോഗിക വേദികളിൽ ഇതിനെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രൂഫ് പോയിന്റ് എന്നുള്ള പ്രോഗ്രാമിൽ അവരുടെ ആധികാരിക പണ്ഡിതന്മാർ വിഷയത്തിൽ കൃത്യമായിട്ട് ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മെഡിക്കൽ എത്തിക്കൽ ഫോറം എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു സംഘടനയുടെ ഡോക്ടർമാർ, ഡോക്ടർ മുഹമ്മദ് ഇസ്മായിലൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം ട്രെൻഡുകൾക്കെതിരെ, പ്രത്യേകിച്ച് മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ഇത്തരം അശാസ്ത്രീയമായ അനിസ്ലാമികമായ വ്യാജ ചികിത്സാ രീതികൾക്കെതിരെ ശക്തമായ നിലയിൽ വന്നിട്ടുണ്ട്. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊന്നും സമ്മതിക്കുന്നില്ല എന്ന്. പക്ഷേ അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അദ്ദേഹം പിന്നെ അതിനെ വൈരുദ്ധ്യമായി പറയേണ്ടി വന്നു എന്നുള്ളതാണ്. കളവ് പറഞ്ഞാൽ പിടിക്കപ്പെടുക എന്നുള്ള സ്വാഭാവികമാണല്ലോ. അതെ, ഇതിൽ വേറൊരു മണ്ടത്തിൽ കൂടി പറയുന്നുണ്ട്. ഇതിൽ ചേകന്നൂരിനെ ഉദ്ധരിച്ചിട്ട് പറയുന്നത് ചേകന്നൂർ അകത്ത് നിന്നിട്ട് ഇതിനെതിർത്തു എന്നുള്ളതാണ്. പക്ഷേ മൂപ്പര് എന്താ പറയുന്നത്, അതിന് മുമ്പ് പറയുന്നത് എന്താ, ഇത് ഇസ്ലാമിൻ്റെ ഭാഗമാണ്, ഇസ്ലാമിൻ്റെ അകത്ത് മതത്തിൻ്റെ അകത്തുള്ള അന്ധവിശ്വാസമാണെന്നുള്ളത്. ഈ മതത്തിൻ്റെ അകത്തുള്ള അന്ധവിശ്വാസം തെറ്റാന്ന് പറഞ്ഞാൽ പിന്നെ മതത്തിൻ്റെ അകത്താവില്ലല്ലോ. അതെ, അതിപ്പം നമ്മളൊക്കെ എതിർക്കുന്നത് ഇസ്ലാമുമായിട്ട് ഇതിന് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോഴാണ് അകത്ത് നിന്ന് എതിർക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഇത് ഇസ്ലാമിലുണ്ട് എന്നാലും ഞാൻ എതിർക്കുന്നതാണെങ്കിൽ പിന്നെ പുറത്തുനിന്നുള്ളതാണ് എതിർക്കൽ വരുന്നത്. അപ്പം ചേകനെ കുറിച്ച് പറഞ്ഞത് ഒരു വൈരുദ്ധ്യമാണ്. ഒന്നെങ്കിൽ ചേകനൂർ പുറത്താണെന്ന് പറയണം, അങ്ങനെയാണെങ്കിൽ പിന്നെ അകത്ത് നിന്ന് എതിർത്തു എന്നുള്ള വാദം പൊളിയും. ഇനി അതല്ല, അകത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇസ്ലാമിൽ ഇല്ല എന്നുള്ളത് സംഭവിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിൽ അകത്തുള്ള എന്നുള്ള വാദം പൊളിയും. അപ്പം ഇവർ ആദ്യം പറഞ്ഞ വാദവും മൂന്നാമത് പറഞ്ഞ വാദവും തമ്മിൽ വൈരുദ്ധ്യമാണ്. രണ്ടാമത് പറഞ്ഞ വാദ്യം പിന്നെ എന്താണ് മറ്റേ ചാനൽ അവതാരകൻ ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞതും തമ്മിൽ വൈരുദ്ധ്യമാണ്. അത് മൂപ്പർക്ക് മറുപടി എടുക്കാൻ വേറെ വേണ്ട, മൂപ്പരെല്ലാം മതി എന്നുള്ളതാണ്. അവൻ തന്നെ മതി. പിന്നെ നുണയന്മാരാകുമ്പോൾ പിന്നെ ഒന്നും പ്രശ്നമല്ല. അതൊക്കെ നുണയുടെ ഒരു പ്രശ്നം അങ്ങനെയാണ്, വൈരുദ്ധ്യത്തിലെ കലാശിക്കുള്ളൂ. തീർച്ചയായിട്ടും അതാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ദൈവത്തിലുള്ളതല്ലായിരുന്നുവെങ്കിൽ ഇതിന് ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഒരു പ്രത്യേകതയാണ് അത് ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളത്. എത്ര തന്നെ ഫോളോവേഴ്സ് ഉണ്ടായാലും ശരി, അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. നല്ല കാര്യം. അങ്ങനെ തള്ളുകയാണ് വേണ്ടത്. അങ്ങനെ തള്ളുന്ന ആളുകളുടെ, തള്ളേണ്ട ആളുകളുടെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. അതിൽ പക്ഷേ തള്ളി വരുമ്പോൾ ആരൊക്കെ പെടും, ചിലപ്പോൾ ഈ പറയുന്ന ആളുകളും ചിലപ്പോൾ പെട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ കുഴപ്പം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ലിസ്റ്റ് കൊടുക്കാനുണ്ട്. ഇപ്പോൾ സിംസാറുൽ ഹക്ക് ഹുദവി കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു ഇതുപോലുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളാണ്. ഒരു മിനിറ്റ്. അപ്പോൾ കേരളത്തിൽ പ്രസിദ്ധനായിട്ടുള്ളൊരു വ്യക്തിയാണ് സിംസാറുൽ ഹക്ക് ഹുദവി. അപ്പോൾ അദ്ദേഹം പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്, അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയിട്ട് ആരും പ്രസവിക്കരുത് എന്ന് പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഓണം ഡിപ്ലോമാറ്റിക് ആയിട്ട് ആഘോഷിക്കണമെന്ന് പറഞ്ഞും അല്ലെങ്കിൽ മുസ്ലിം കിഡ്നി തരയണമെന്നൊക്കെ പറഞ്ഞും അതുപോലെ പറഞ്ഞു നടന്നിരുന്ന ഒരാൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ മുസ്ലിം ആയിട്ടുള്ള സ്ത്രീ ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണണം എന്ന് പറയുന്ന ഒരു പ്രസംഗം അദ്ദേഹത്തിന് ഇവിടെ കഴിഞ്ഞാണ്. അദ്ദേഹം സമസ്തയുടെ സ്വന്തം ആളാണ്. അതേപോലെ വേറെയും ഇഷ്ടംപോലെ ആളുകളുണ്ട്. നമ്മളൊരു ലിസ്റ്റ് അങ്ങോട്ട് തരാം, നിങ്ങൾ തള്ളി തരുകയാണ് വേണ്ടത്. കാരണം ഈ തള്ളുന്ന കൂട്ടത്തിൽ നിങ്ങൾ പറയണം, ഇവരെല്ലാം പറയുന്നത് മതമാണ്, ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന മതത്തിൽ. ഒരു മിനിറ്റ്. ഓക്കെ, ഇതിൽ മനസ്സിലാക്കുക, എന്തിനാണ് സംസ്ഥ ഈ പറയുന്ന വ്യക്തിയെ തള്ളിയത്? വീട്ടിൽ നിന്ന് പ്രസവിച്ചാൽ മതി, ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ എതിർത്തുകൊണ്ടാണ്. അപ്പം അതിൻ്റെ പേരിലാണ് തള്ളുന്നത്. അത് സിംസാറിലൊക്കെ അത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് വേറെ എന്തോ ആണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ വിഷയം. അപ്പം ഇത് പറഞ്ഞതിൻ്റെ പേരിൽ, അഥവാ വീട്ടിൽ നിന്നേ പ്രസവിക്കാൻ പാടുള്ളൂ എന്നത് പറഞ്ഞതിൻ്റെ പേരിൽ തള്ളി. അങ്ങനെയാണെങ്കിൽ ഇതും തള്ളണം എന്ന് പറയുകയാണെങ്കിൽ അവിടെ സിംസാറുൽ ഹക്ക് ഉദവിയും എന്ത് ചെയ്യണം, ഇതേ കാര്യം പറയണം. പക്ഷെ പറഞ്ഞിട്ടില്ല. അതാണ് പറഞ്ഞത്, യാതൊരു പരസ്പര ബന്ധവും ഇല്ലാതെയാണ് മൂപ്പര് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. നിയമങ്ങളാണ് ഇസ്ലാമിലെ ഹിജാബ് നിയമവുമായി കണക്ട് ചെയ്തിട്ടാണ് ഇതെല്ലാം പറയുന്നത്. സ്ത്രീ പുരുഷ വേർതിരിവ്, സെഗ്രിഗേഷൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഭാഗമാണ്. നമ്മൾ ഏറ്റവും ഒടുവിലും കണ്ടു അഫ്ഗാനിസ്ഥാനിൽ എന്താ കണ്ടത്, സ്ത്രീകളുള്ള ഭാഗത്ത് ജനൽ പോലും പാടില്ല എന്ന് പറയുന്നത്. എവിടുന്നാണ് അത് വരുന്നത്? ഈ പറയുന്ന സ്ഥാനത്ത് നിന്ന്. എവിടുന്നാണോ വരുന്നത്, എവിടുന്നാണ് ഈ വാർത്ത വരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ട വിഷയമുണ്ട്.
അത് പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ കണ്ടു ഷാനു. കാരണം അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുള്ള ഒരു ലെബനീസ് ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു വ്ളോഗർ അഫ്ഗാനിസ്ഥാനിൽ പോയി അദ്ദേഹം അവരുടെ മാർക്കറ്റിലൊക്കെ പോയി അവിടെ സ്ത്രീകൾ ഹിജാബ് ധരിച്ചും പൂർണ്ണമായിട്ട് ഹിജാബ് ധരിക്കുക അതൊക്കെ സ്ത്രീകൾ നടക്കുന്നുണ്ട് എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു. ഇവർ പറയുന്നത് സ്ത്രീകളുടെ റൂമിന് ജനൽ പോലും ഇല്ല എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാനിൽ വാർത്ത അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ ഇവൻ പിന്നെ നുണയനായത് കാരണം ഇവൻ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കാം, അന്താരാഷ്ട്ര മീഡിയകളൊക്കെ വരുന്നതായിരിക്കും. അങ്ങനെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇവൻ്റെ ഒരു സ്വഭാവം തന്നെയാണ്. ഇതിലിപ്പം പറയുന്നത് ഇയാൾ ഈ നുണയൻ പറയുന്നത് ഇസ്ലാമിൽ ഹിജാബിൻ്റെ നിയമമുണ്ട്, പിന്നെ അന്യ സ്ത്രീകളെ പുരുഷൻ കാണാൻ പാടില്ല, പിന്നെ സ്ത്രീകൾ ഒരുമിച്ച് ചേരാൻ പാടില്ല, അതുകൊണ്ടാണ് വീട്ടിൽ പ്രസവിക്കണം ഹോസ്പിറ്റലിൽ പോകാത്തത്. നോക്കൂ, ലോകത്ത് എത്ര കോടി മുസ്ലിങ്ങളുണ്ട്, പിന്നെ മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്, എത്ര ഹോസ്പിറ്റലുണ്ട്, എന്നിട്ട് എത്ര പെർസെൻറ്റേജ് വീട്ടിൽ പ്രസവം നടക്കുന്നുണ്ട്? പിന്നെ ഈ അടുത്ത് സാമുവൽ ജോർജ് എന്ന് പറഞ്ഞ ഒരു വ്യാജ ചികിത്സകൻ വീട്ടിലെ ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല, വീട്ടിൽ പ്രസവിക്കാമെന്ന് പറഞ്ഞ് അയാൾ ഏത് മദ്രസയെന്ന് ഇസ്ലാം പഠിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണത്? അല്ല, ഇതൊരു ഇസ്ലാമിക പ്രശ്നമാണെങ്കിൽ അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കാണേണ്ടതാണ്. അത് നമ്മൾ കാണുന്നില്ല. അതിനൊരു ഇഷ്യൂ വേറെ എവിടെയും റേസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിലൊന്നും റേസ് ചെയ്യപ്പെടുന്നത്, ദുബായ് പോലെയുള്ളത് അല്ലെങ്കിൽ സൗദി പോലെയുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ആരും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. അല്ല, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കുറ്റമായിട്ട് എടുക്കുകയും വലിയ ശിക്ഷ നൽകുകയും ചെയ്യുന്നുണ്ട് അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. പിന്നെ വീട്ടിൽ പ്രസവിക്കുക എന്നുള്ളത് ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കാം. ഇവർ പറഞ്ഞ കേരളത്തിലാണല്ലോ, കേരളത്തിൽ എത്ര പെർസെൻറ്റേജ് ആളുകൾ വീട്ടിൽ പ്രസവിക്കുന്നുണ്ട്? ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ നടത്തുന്ന മുസ്ലിങ്ങളായിരിക്കാം. എത്ര മുസ്ലിങ്ങൾ വീട്ടിൽ പ്രസവിക്കുന്നുണ്ട്, ഹോസ്പിറ്റൽ പ്രസവിക്കുന്നുണ്ട്, ഒരു ഡാറ്റ വരെ കയ്യിലുണ്ടോ? അപ്പോൾ യാതൊരു അടിസ്ഥാനം. മാത്രമല്ല, ഈ അടുത്ത ഒരു സൗദി അറേബ്യയിലൊരു പ്രമുഖനായിട്ട് ഇസ്ലാമിക പണ്ഡിതൻ പറഞ്ഞത്, വീട്ടിൽ വെച്ച് നിങ്ങൾ പ്രസവിച്ചിട്ട് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ കൊലക്കുറ്റത്തിന് ഉത്തരവാദി ഇയാളായിരിക്കും എന്നുള്ളതാണ്. വീട്ടിൽ വെച്ച് ഹോസ്പിറ്റൽ സൗകര്യം ഉണ്ടായിരിക്കുക, വീട്ടിൽ വെച്ച് പ്രസവിക്കൽ ഇസ്ലാമികമായി തെറ്റാണെന്നാണ് പറഞ്ഞത്. അതാണ് മദ്രസയിലൊക്കെ പഠിച്ചത് നമ്മൾ. കാരണം പ്രവാചകൻ പഠിപ്പിച്ചത് നിങ്ങൾ ചികിത്സ അറിയുന്ന ആളെടുത്ത് പോകണം എന്നാണ്. മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഒരു നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഇയാൾക്കാണ് എന്നുള്ളതാണ്. ഈ സിംസാറുൽ ഹക്ക് ഉദവിയുടെ വിഷയം ഒന്നും കൂടി പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് എന്താണ്, നിങ്ങൾ പോകണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് ശരിയോ തെറ്റോ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എന്താണ്, ആദ്യം മുസ്ലിം സ്ത്രീകളെടുത്ത് പോകണം, അതല്ലെങ്കിൽ ഹിന്ദു സ്ത്രീ, അതല്ലെങ്കിൽ എന്താണ് മുസ്ലിമായ പുരുഷൻ, അതല്ലെങ്കിൽ ഹിന്ദുവായ പുരുഷൻ. ഓക്കെ, ആയിക്കോട്ടെ, അതിലോ ഹയറാർക്കിയിലേക്കോ ഡിസ്കഷനിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും പോകണം എന്നാണ് മൂപ്പര് പറഞ്ഞത്. ഈ പോകണം എന്ന് പറഞ്ഞതിനെടുത്തിട്ടാണ് പോകണ്ട എന്നതിൻ്റെ തെളിവ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ഒരു വിചിത്രമായ ഒരു കാര്യം. അപ്പം അദ്ദേഹം ഹിജാബിൻ്റെ വിഷയത്തിലാണ് ഇത് പറഞ്ഞത് എങ്കിൽ അപ്പം ഹിജാബിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പോകണ്ട എന്നല്ല പറഞ്ഞത്. ഹിജാബിൻ്റെ പ്രശ്നമുണ്ട്, ഈ മുസ്ലിം സ്ത്രീയെ സ്ത്രീകളെ കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ ആദ്യം പ്രിഫർ ചെയ്യുക. അതിന് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പുരുഷന്മാരുടെ അടുത്ത് പോകണം എന്നാണ് പറഞ്ഞത്, പോകണ്ട എന്നല്ല പറഞ്ഞത്. അത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തത്, ഹിജാബിൻ്റെ നിയമം ഇസ്ലാമിലുണ്ട്, അതുകൊണ്ട് ഇത് മതത്തിലുള്ള നിയമമാണ് എന്ന് പറയുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം വേറെ ഇല്ല. അതായത് ഹിജാബിന്റെ നിയമം ഇസ്ലാമിലുണ്ട്, അതുകൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യുന്നു പാടില്ല. ഇത് എത്രത്തോളം മണ്ടത്തരമാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ പറയുന്നത് ട്രാഫിക് റൂൾസ് ഉണ്ട്, അതുകൊണ്ട് എന്താണ് ആംബുലൻസുകളൊക്കെ എന്ത് ചെയ്യണം, സിഗ്നൽ പാലിക്കണം എന്ന് പറയുന്നത് പോലുള്ള മണ്ടത്തരമാണ്. എക്സെപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഏതൊരു നിയമവും അങ്ങനെയാണ്. ഒരു ജനറൽ നിയമം എടുത്തിട്ട് നമ്മൾ ആരും എന്ത് ചെയ്യില്ല, ഒരു എക്സെപ്ഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന് ലോകത്ത് ഒരാളും പറയില്ല എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്, മണ്ടത്തരത്തിന്റെ അങ്ങേ ലെവൽ പീക്ക് എന്നുള്ളതാണ്. ഇത് ഈ രീതിയിലാണ് ആൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പം ഒരു ജനറൽ നിയമവും ഒരു ആശയത്തിലും ഉണ്ടാകാൻ പാടില്ല. കാരണം ആ ജനറൽ നിയമങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സംഷനും കൊടുക്കാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇസ്ലാമിലെ ഏത് നിയമവും നമ്മൾ എല്ലായിടത്തും എന്ത് ചെയ്യണം, ഒരു എക്സംഷനും കൊടുക്കാതെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അപ്രോച്ചിനെ വളരെ ഡയറക്റ്റായിട്ട് തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സഹാബിക്ക് തലയിൽ മുറിവുണ്ടാവുകയും അദ്ദേഹത്തിന് കുളി നിർബന്ധമാവുകയും ഇസ്ലാമികമായി കുളിക്കൽ നിർബന്ധമാവുകയും ചെയ്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം മറ്റൊരു സഹാബിയോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ സഹാബി പറഞ്ഞു, നീ കുളിക്കണം, നിനക്ക് എക്സ്ക്യൂസസ് ഒന്നും ഇല്ല എന്ന് പറയുകയും നബി സല്ലല്ലാഹു അദ്ദേഹം മുറിവ് മൂർജിക്കുകയും മരണപ്പെടുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി ശകാരിക്കുകയും എന്താണ്, അറിവില്ലാത്ത കാര്യം നീ അറിവുള്ള ആളോട് ചോദിക്കണം എന്ന് പറഞ്ഞ് വിമർശിക്കുകയും നീ നിന്റെ സഹോദരനെ കൊന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം സ്വാഭാവികമായി നിയമങ്ങൾ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. ഒരു ജനറൽ നിയമം ഉണ്ട് എന്നതുകൊണ്ട് അത് ഇങ്ങനെ അപ്ലൈ ചെയ്യണം എന്നല്ല മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇത് ഇവർ തന്നെ ഇപ്പം ലെറ്റ്സ് സേ ഇസ്ലാമിൻ്റെ മറയും ഹിജാബും ഒക്കെ പോട്ടെ, ഒരു സാധാരണ സ്ത്രീ, ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയിട്ടുള്ള സാധാരണ സ്ത്രീ മറയ്ക്കുന്ന ചില ഭാഗങ്ങളുണ്ടല്ലോ, അത് കാണിക്കേണ്ടി വരുമല്ലോ ഡോക്ടറെ അടുത്ത് പോയാലേ പലപ്പോഴും. അപ്പോൾ ഈ മണ്ടൻ റൂൾ പ്രകാരമാണെങ്കിൽ അവർക്കും പോകാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ. അതാണ് എല്ലാ പ്രശ്നം. അവർക്കിടെ പോകുക, കാരണം അവിടെ പോയിട്ട് ഞാൻ ഈ ഡ്രസ്സ് ഇടാത്ത ഭാഗങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ ഡ്രസ്സ് ഇടാത്ത ഭാഗങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എജ്ജാതി പൊട്ടത്തരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും.
മാത്രമല്ല നേരത്തെ ഷാനു സൂചിപ്പിച്ച ഒരു ഹദീസിലുണ്ടല്ലോ, ഒരു സഹാബി മുറിവ് പറ്റി മരിച്ച സംഭവത്തിൽ അതിൽ പ്രവാചകൻ അവരെ ശപിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നാശം ഉണ്ടാവട്ടെ എന്ന് വരെ പറയുന്നു. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അതായത് അറിവില്ലാത്തൊരു വിഷയത്തിൽ പിന്നെ ഒരാൾ നിർദ്ദേശം കൊടുത്ത് ഒരാൾക്ക് എന്തെങ്കിലും അബദ്ധം എന്തെങ്കിലും പറ്റിയാൽ അത് പിന്നെ അവരെ ശപിക്കുന്നുണ്ട്. അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ്. നമുക്കിതിൻ്റെ തുടർഭാഗത്തിലേക്കൊന്ന് പോകാം. ഈ പറയുന്ന സ്റ്റേജിൽ നിന്നും പെൺകുട്ടിയെ ഇറക്കിവിട്ട ആ നിയമത്തിന്റെ മറ്റൊരു വശമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം. ഏത് സ്ത്രീ പുരുഷ സംസർഗം അത് വരാൻ പാടില്ല. ഇവിടെ ഒരു നമ്മളുടെ എക്സസൈസ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം വന്നപ്പോൾ അവിടെ നമ്മൾ കണ്ടു ഇതേ സെഗ്രിഗേഷൻ. അപ്പൊ ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്ന സംഗതി ഈ ഹിജാബ് നിയമത്തിന്റെ മറ്റൊരു ഭാഗമായിരിക്കെ അത് ഓരോ മേഖലയിലും അപ്ലൈ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള രീതികൾ വരും. ഇവിടെ ഈ പ്രസവത്തിന്റെ മേഖലയിൽ ചികിത്സ നേടുന്ന സമയത്ത് അവിടെ വെക്കുന്ന ഹിജാബിന്റെ ആ മാനദണ്ഡം എന്ന് പറയുന്നതാണ് സ്ത്രീ പുരുഷ ആ വിവേചനം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമാണ് ഈ പറയുന്ന തരത്തിലുള്ള വേർതിരിവുകളും. അപ്പോൾ താങ്കൾ പറയുന്നത് മതപണ്ഡിതരുടെ ആഹ്വാനം ഇതിന് കാരണമാകുന്നുണ്ട്. തീർച്ചയായിട്ടും ആകുന്നുണ്ട്. എങ്ങനെയാന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞുതരാം ചുരുക്കി. അത് ഒരു ഗിൽറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കുന്ന രീതിയിൽ, അതായത് ഇതൊരു പാപമാണെന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കി വെക്കുകയും ഏതൊരു വിശ്വാസിയുടെ ഉള്ളിലുള്ള ഒരു വലിയ ലക്ഷ്യമായിട്ട് മാറുകയാണ് സ്ത്രീയെ കാണാതിരിക്കുക, പുരുഷനെ കാണാതിരിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ഉണ്ടാക്കി വെക്കുകയും കണ്ടുപോയാൽ അതൊരു വലിയ പാപമാണെന്ന് ഉണ്ടാക്കി വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മറ്റു ഓപ്ഷൻ എന്തുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെ ഒരു പാപം ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഈ നുണയാനായിട്ടുള്ള ആരിഫ് അദ്ദേഹം നുണയെ പറയുള്ളൂ. നുണയാൻ സ്വാഭാവികമായിട്ട് നുണയല്ലേ പറയുള്ളൂ. അദ്ദേഹം പറയുന്നത് ഇസ്ലാമിൽ എങ്ങനെ ഹിജാബിൻ്റെ നിയമങ്ങളുണ്ട്, സ്ത്രീയെ കാണാൻ പാടില്ല, അതുകൊണ്ടാണ് വീട്ടിലെ പ്രസവം പിന്നെ പ്രോത്സാഹിപ്പിക്കണമെന്നൊക്കെ. സത്യത്തിൽ ഇത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിൻ്റെ തലമുതിർന്ന സൗദി അറേബ്യയിലെ പണ്ഡിതർ പോലും വീട്ടിൽ വെച്ച് പ്രസവിക്കരുതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നിരിക്കും എങ്ങനെ നുണ പറയാൻ? അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ആലോചിച്ചത് ഇതിപ്പോൾ ഇസ്ലാമിലുള്ള ഒരു അടിസ്ഥാന നിയമമാണെങ്കിൽ പിന്നെ ഇദ്ദേഹം മുമ്പ് മുസ്ലിം ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാതാവൊക്കെ ഇദ്ദേഹത്തെ വീട്ടിൽ വെച്ചായിരിക്കുമല്ലോ പ്രസവിച്ചത്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യമാരൊക്കെ മുസ്ലിങ്ങളായിരുന്നു. അപ്പോൾ അതിലെ മക്കളൊക്കെ വീട്ടിൽ വെച്ചായിരിക്കും പ്രസവിച്ചത്. അപ്പോൾ അതൊക്കെ കണ്ട് മനമെടുത്താണ് അദ്ദേഹം ഇസ്ലാം വിട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അങ്ങനെ ആവാം. പിന്നെ ഈ ഗിൽറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കേരളത്തിൽ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലാണെങ്കിലും ഈവൻ വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ അവർ ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രൈവറ്റ് പാർട്സ് എങ്കിലും മറയ്ക്കുന്ന ആളുകളായിരിക്കും. അത് വേറൊരാൾ കാണരുതെന്ന് കരുതുന്ന ആളുകളായിരിക്കും. പോട്ടെ, ഇനി കാണിക്കുന്ന ആളുകൾ പോലും വേറൊരാൾ തന്നെ സ്പർശിക്കുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകളായിരിക്കും. പക്ഷെ ഇതൊക്കെ ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ സംഭവിക്കും. അപ്പോൾ ഈ ഗിൽട്ട് ഉള്ളതാണ് പ്രശ്നമെങ്കിൽ ലോകത്ത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ഒക്കെ നമ്മളോട് വിശദീകരിച്ച് കഴിഞ്ഞു. പിന്നെ ഈവൻ ഇപ്പം നമ്മൾ മക്കയിൽ ഹജ്ജ് ചെയ്യുന്ന സമയത്ത്, ഹജ്ജ് ഉംറയും ചെയ്യുന്ന സമയത്ത് അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, അവിടെ അതേ പ്രാക്ടിക്കലായിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. എന്നാൽ എക്സർസൈസിൻ്റെ സമയത്ത് സ്വാഭാവികമായും രണ്ടു പേർക്ക് വ്യത്യസ്ത ഓപ്ഷനുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താണ്, അത് പ്രാക്ടിക്കലാണ്. അതിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. അത് വളരെ പ്രാക്ടിക്കലായിട്ട് പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം എക്സർസൈസ് ചെയ്യുക എന്നതാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ, ഉദ്ദേശം എന്താണെന്നുള്ളത് നോക്കണം. സ്ത്രീകളെ കാണാൻ വേണ്ടിയിട്ടാണ് ആരിഫ് പോകണമെങ്കിൽ സ്വാഭാവികമായി ആരിഫിന് ഒരു പ്രശ്നമായിരിക്കും. എക്സർസൈസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ സെഗ്രിഗേഷൻ ആരിഫിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ സ്വാഭാവികമായി ഇപ്പോൾ ഹജ്ജിൻ്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് സെഗ്രിഗേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സിനാരിയോസ് ഉണ്ടാവും. അവിടെ ഇസ്ലാം അത് അനുവദിക്കുന്നുണ്ട്. അതേപോലെ ഹോസ്പിറ്റൽ കേസുകളുടെ വിഷയത്തിൽ ഇസ്ലാം അത് അനുവദിക്കുന്നുണ്ട്. അപ്പം സെഗ്രിഗേഷൻ അനിവാര്യമായ അടുത്ത് അവോയ്ഡ് ചെയ്യുക എന്നത് സാധ്യമല്ലാത്തടത്ത് അല്ലെങ്കിൽ മിക്സിംഗ് ഓഫ് ദ ജെൻഡർ അനിവാര്യമായടുത്ത് ഇസ്ലാം അത് അനുവദിക്കുകയും അത് അനാവശ്യമായടുത്ത് ഇസ്ലാം അത് അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് ഇത്. എന്തുകൊണ്ടാണ് ഇസ്ലാം സെഗ്രിഗേഷനെ പ്രൊമോട്ട് ചെയ്യുന്നത്? അത് നമ്മൾ തന്നെ യു എയിൽ ഒരുപാട് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് സെഗ്രിഗേഷനോടുള്ള പ്രശ്നം, സെഗ്രിഗേഷനോടുള്ള പ്രശ്നമല്ല, സെഗ്രിഗേഷൻ ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. മിക്സിംഗ് ഓഫ് ദി ജെൻഡർ എങ്ങനെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കോളജിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ സ്വാഭാവികമായും ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്. ഏതൊരു കാര്യവും ശരിയല്ലാത്തൊരു കാര്യം ഉണ്ടാവും. ആ ശരിയല്ലാത്ത കാര്യം ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അവിടെ നമ്മളത് അപ്ലൈ ചെയ്യില്ല. അങ്ങനെ തന്നെയാണ് ഇപ്പം സെഗ്രിഗേഷൻ്റെ വിഷയവും അങ്ങനെ തന്നെയാണ് വരുന്നത്. സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്, മഹത്തായ കാര്യമാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ്. ഒരു ഹെൽത്തി സൊസൈറ്റിക്ക് അത് അനിവാര്യമാണ്. എന്നാൽ സ്വാഭാവികമായും സെഗ്രിഗേഷൻ പ്രായോഗികമല്ലാത്ത സാഹചര്യങ്ങളുണ്ടാകും. അത്തരം സാഹചര്യങ്ങളിൽ സ്വാഭാവികമായി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സെഗ്രിഗേഷൻ വാശി പിടിക്കുന്നുമില്ല എന്നുള്ളതാണ്. സോ ഇറ്റ്സ് നോട്ട്, അതൊരു വിഷയമേ ആകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആരിഫ് സ്വയം പ്രഖ്യാപിത നുണയൻ പറഞ്ഞ നുണകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് ആൾ പറഞ്ഞത് എന്താണ്, ഇത് ഇസ്ലാം മതത്തിൻ്റെ ഒരു പ്രശ്നമാണ് എന്നാണ് പറഞ്ഞത്. അതൊരു പച്ചക്കള്ളമാണ്. അതിന് മൂപ്പര് പറഞ്ഞ കാരണങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, മണ്ടത്തരമാണ്, മണ്ടത്തരമാണ് എന്നുള്ളത് സമർത്ഥിച്ചു. രണ്ടാമത് മൂപ്പര് പറഞ്ഞ കളവ് എന്ന് പറയുന്നത്
ഇതിനെതിരെ സംസാരിക്കുന്ന അഥവാ പ്രസവത്തിനെതിരെ സംസാരിക്കുന്ന ആളുകൾ ഇസ്ലാമോഫോബിയായി മുദ്ര കുത്തുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇവരെന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്, മുസ്ലിം സംഘടനകൾ മുഴുവൻ ഇതിനെതിരാണ് എന്നുള്ളത് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പോകണമെന്ന് പറയുന്ന സിംസാഖുൽ ഹക്ക് ഉദവിയുടെ വാക്കുകൾ കൂട്ടിയിട്ട് പോകണ്ട എന്നുള്ള ദുർവ്യാഖ്യാനം നടത്തുന്നു, അവിടെയും ഒരു ഡിസ്റ്റോഷൻ നടത്തുന്നു എന്നുള്ളതാണ്. പിന്നെ അകത്ത് നിന്നാണ് ചെകന്നൂർ മൗലവി വിമർശിച്ചത് എന്ന് പറയുകയും എന്നാൽ അതേ സമയത്ത് തന്നെ ഇത് ഇസ്ലാമിനകത്തുള്ള കാര്യമാണെന്ന് പറയുന്നത്. ഇസ്ലാമിനകത്തുള്ള കാര്യമാണെങ്കിൽ സ്വാഭാവികമായും ചെകന്നൂർ മൗലവിയുടെ വിമർശനം എന്തല്ല, അത് അകത്തു നിന്നുള്ളതാവില്ല, അത് വർക്കാവില്ല എന്നുള്ളത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒന്നെങ്കിൽ മണ്ടത്തരം അതല്ലെങ്കിൽ കളവ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ഇദ്ദേഹം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ പൊതുവെ ഇപ്പം ആരിഫിൻ്റെ ചാനൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, ആരിഫ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒന്ന് ഇസ്ലാമിനെ കുറിച്ച് പച്ചക്കള്ളം പറയുന്നു എന്നുള്ളതാണ്. അഥവാ അപമതിക്കുക എന്ന ഉദ്ദേശം കൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് ഇൻസൾട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ കളവ് പറയുന്നു, മാന്യമല്ലാത്ത പദങ്ങൾ ഉപയോഗിക്കുന്നു, അപരവൽക്കരിക്കുന്നു, നെയിം കോളിംഗ് യൂസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ആരിഫ് ഒരു ശുദ്ധ ഇസ്ലാം വിരോധിയാണ് അല്ലെങ്കിൽ ഇസ്ലാമോഫോബിക്കാണ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം. ഇത് ഈ ചാനൽ വരുമ്പോൾ സ്വാഭാവികമായും ഈ ജനം ടി വിയിലൊക്കെ പോയിട്ട് ആരിഫ് പറയുന്നത് പോലെ അത്ര ആവാതെ ഒന്ന് മയപ്പെടുത്തിയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ തന്നെ സാധാരണ ആരിഫ് ഇപ്പം ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളാണ് ഇവരിങ്ങനെ പറയുള്ളൂ, മദ്രസ വിദ്യാഭ്യാസികളാണ് ഇവരിങ്ങനെ പറയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ അത് തിരിച്ച് ഓട്ടോക്കാരായി എന്നുള്ളതാണ്. ഈ ഓട്ടോക്കാരെ അപമാനിക്കുന്നത് പോലെയാണ് മൂപ്പരെന്ത് ചെയ്യുന്നത്, ഇസ്ലാമിനെയും അപമാനിക്കാറുള്ളത്. അപ്പം ഇവിടെ വന്നപ്പം അത് ഓട്ടോക്കാരായി എന്നുള്ളതാണ്. സാധാരണ ചാനലിൽ ഇത് ഇവരുടെ മദ്രസ വിദ്യാഭ്യാസമുള്ള ആളുകളുടെ അല്ലെങ്കിൽ മദ്രസ പൊട്ടന്മാരുടെ സ്ഥിരം രീതിയാണെന്ന രീതിയിലാണ് അവതരിപ്പിക്കാറുള്ളത്. ഇവിടെ അത് നേരെ തിരിഞ്ഞു. ഇവിടെ മൂപ്പർക്ക് ഇത് ആദ്യം കേട്ട ഓട്ടോക്കാരനായി തോന്നി എന്നുള്ളതാണ്. അതൊരു വൈരുദ്ധ്യമാണ് ആക്ച്വലി. സാധാരണ വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്ന് ഡൗൺ പ്ലേ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, നല്ല പിള്ളയാവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും. അപ്പം പിന്നെ കളവ് പറയുമ്പോൾ പിടിക്കപ്പെടുക സ്വാഭാവികമാണ്. ഏതായാലും ഈ വീട്ടിലെ പ്രസവമായാലും വ്യാജ ചികിത്സയായാലും അതിനെതിരെ ശക്തമായി നിലപാടെടുത്തത് മുസ്ലിം സംഘടനകളും മുസ്ലിങ്ങളും തന്നെയാണ്. അതൊരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും അതിൽ പെട്ടിട്ടുണ്ട്. അതൊരു ഇസ്ലാമിൻ്റെ ലെവലിൽ വരുത്താനുള്ള ഈ നുണയൻ്റെ ഹീനമായ ശ്രമത്തെയാണ് UA ടീം എന്ന് കൈയോടെ പിടികൂടിയത്. മറ്റൊരു വീഡിയോ ആരിഫും ഇവരും തമ്മിലുള്ള ഒരു സാമ്യത എന്ന് പറയുന്നത് ഈ പറയുന്ന ഇവരും ഇത് ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് പറയുന്നു, ആരിഫ് ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് പറയുന്നുള്ളതാണ്. രണ്ടും വ്യാജന്മാരാണ്. മാത്രമല്ല മറ്റൊരു ചികിത്സ അറിയാതെ ചികിത്സിക്കുന്നതാണ് യവന് സ്യൂഡോ സയൻസ് ആണ്. ഇതിപ്പോൾ ഹോമിയോ സ്യൂഡോ സയൻസ് ആണെന്ന് ആരിഫ് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആ സ്യൂഡോ സയൻസ് പഠിച്ച ആളാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് എത്രത്തോളം സയൻസ് വരും നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. എന്നാൽ രണ്ടും ഒരു നുഖത്തിൽ കെട്ടാവുന്ന ആളുകളാണ്. വ്യാജ ചികിത്സ ചെയ്തിട്ട് ഇസ്ലാമിൻ്റെ മേലിൽ അത് ഇസ്ലാമിൻ്റെ ചികിത്സയാണെന്ന് പറയുന്നവരും ഇസ്ലാമിലില്ലാത്ത ആരോപണം ഇസ്ലാമിൻ്റെ മേലിൽ ആരോപിക്കുന്ന ആരിഫും ഒരേ നുഖത്തിൽ കെട്ടി തള്ളിവിടേണ്ട ആളുകളാണ് എന്നാണ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.